"ഉം, വായോ." അവൾ വിഷമത്തോടെ വാതിലിനടുത്തേക്ക് നടന്നു. "വൈച്ചു, വൈച്ചു." വാതിൽ തുറക്കാൻ പോയ പെട്ടെന്ന് ആരോ വാതിൽ തട്ടുന്നത് കേട്ട് രണ്ടുപേരും ഞെട്ടി നിന്നു. "മോളെ വൈച്ചു." "അയ്യോ അപ്പ, ഇനി എന്താ ചെയ്യാ?" അവൾ പേടിയോടെ പറഞ്ഞു. "നീ പേടിക്കാതെ പോയി തുറക്ക് രുദ്രേട്ടാ, അത് അപ്പ." "ചെല്ല് വൈദ്യു, പോയി തുറക്ക്, ഒന്ന് പേടിക്കണ്ട, ഞാൻ ഇല്ല കൂടെ." അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. അവൾ ഒരു ദീർഘശ്വാസം എടുത്തു പോയി വാതിൽ തുറന്നു. എന്താ അപ്പ ഈ നേരത്ത്?" അവൾ ഉറക്കച്ചടവോടെ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഹാ കൊള്ളാം, അമ്പലത്തിൽ പോകുന്നു. അമ്മാനോട് വാചകം മടിച്ചിട്ട് പോണ്ടേ കാണേ." അവളുടെ തലയിൽ തലോടി ചോദിച്ചു. ഇതിന് ഇത്ര നേരത്തെയോ?" "ആ കാണേ, സമയം എത്രമായെന്ന് വെച്ചിട്ടാ? 4:30 കഴിഞ്ഞു. പോയി കുളിച്ച് റെഡിയാവ്, 5:30 ഇറങ്ങണം. ഞാൻ അച്ചുവിനെ വിളിക്കാം." "അയ്യോ അപ്പ, അച്ചു ഇല്ലെന്ന് പറഞ്ഞതാ ഇന്നലെ." "എന്നാ മോള് പോയി റെഡിയാവ്." അപ്പ പോയതും വൈച്ചു വാതിലടച്ചു. "ഓ ഭാഗ്യം രുദ്രേട്ടാ." അവൾ വിളിച്ചതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. "പോയ വൈച്ചു?" അവൻ ചോദിച്ചതും അവൾ അവനെ ഇറുകെ പുണർന്നു. "എന്താ വൈച്ചു, എന്തു പറ്റി?" അവൻ അവളുടെ തലയിൽ തലോടി ചോദിച്ചു. "നീ പോവാണോടാ കള്ളത്തമ്മാടി?" "ഓ ഇതായിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോടി. മാറിയേ പൊട്ടാ ഞാൻ." അവൻ അവളെ അടർത്തി മാറ്റി പറഞ്ഞു. വേഗം പോകാൻ നോക്കിക്കോ, ആരേലും കണ്ട ടിഷും ഉറപ്പാ. പോടി, വേഗം നടക്ക്. വായോ സാറേ." അവൾ അവനെ വലിച്ചു നടന്നു. "ഓ മാങ്ങാത്തൊലി, അവൻ ഇന്ന് വരാൻ കണ്ടില്ലേ ആവോ." ജോൺ ടെൻഷൻ അടിച്ചു നടന്നു. "അച്ഛ പിടിച്ച പെട്ടു." "ഹോ സമാധാനമായി, ദേ വരുന്നു." "ഹോ വന്നാ ഡാ തെണ്ടി, എവിടെയായിരുന്നോടാ? എത്ര നേരായി വിളിക്കുന്നേ?" "അപ്പം എണീറ്റു, അതാ നേരം വൈകിയത്." "എന്ത് അപ്പയോ? എന്നിട്ട് എന്താ പറ്റിയേ?" അച്ചു പേടിയോടെ ചോദിച്ചു. "പിടിച്ചില്ല, ഭാഗ്യം. വേഗം പോവാൻ നോക്ക് ഇച്ച, എനിക്ക് പേടിയാവുക." "പേടിക്കാതെ അച്ചൂസേ, ഞങ്ങൾ പോവാ വൈച്ചു." "പോട്ടെ." രുദ്രൻ വിളിച്ചത് കേട്ട് അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾക്ക് നാണം വന്നു. ബൈ വൈച്ചു, അച്ചൂടി ബൈ ബൈ." അവർ പോകുന്നത് നോക്കി അവൻ നിന്നു. "വൈച്ചു, എന്താ രുദ്രേട്ടാ വിളിച്ചേ?" "വൈച്ചു, ഓ അത് ആരാ പോന്നേ?" അച്ചു വൈച്ചുവിനെ താടിയിൽ പിടിച്ചു ചോദിച്ചു. "ഞാനാ." അവൾ വന്നു. "ഡി അച്ചു, ഞാൻ കുളിച്ച് റെഡിയായി അപ്പൻ്റെ ഒപ്പം കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവുക. നീ വരുണ്ടോ?" അപ്പൻ നിന്നെ വിളിക്കാൻ റൂമിൽ കയറാൻ നിന്നപ്പോഴാ ഓർമ്മ വന്നേ നീ എവിടെയെന്ന്. അപ്പോൾ ഞാൻ നിനക്ക് വയ്യ എന്ന് പറഞ്ഞു. സോറി." സാരില്ല, പോട്ടെ, നീ പോയിട്ട് വായോ." "ഓക്കെ." ഞാൻ ഇന്ന് ഒത്തിരി ഹാപ്പിയാ അച്ചു." അവൾ അച്ചുവിൻ്റെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് ഓടി. "ഈ പെണ്ണ്." അച്ചു സ്വയം തലക്കടിച്ചു. "കൃഷ്ണ, എൻ്റെ രുദ്രേട്ടനെ കാത്തോണേ. എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണേ കൃഷ്ണ. നിനക്ക് അറിയില്ലേ, ആദ്യമായി രുദ്രേട്ടനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സ്നേഹം ഇന്ന് ഇവിടെ വരെ എത്തിച്ചു. എന്നും ആ സ്നേഹം കരുതലും എനിക്ക് രുദ്രേട്ടന് എനിക്കും തരാൻ കഴിയണേ. എല്ലാവരും സമ്മതത്തോടെ എനിക്ക് എൻ്റെ രുദ്രേട്ടനെ പെണ്ണാവണം. എല്ലാത്തിനും നീയാണ് തുണ." "അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ." "എനിക്ക് എൻ്റെ രുദ്രേട്ടനെ ഇങ്ങ് തന്നേക്കണം. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ." അവൾ അത്രയും പറഞ്ഞ് കണ്ണുകൾ തുറന്നു. കാർമുകിൽ വർണ്ണൻ്റെ രൂപത്തിൽ കൃഷ്ണനെ അവൾ കണ്ണെടുക്കാതെ തൊയ്കയാൽ നോക്കി നിന്നു പോയി. "വൈദി കുട്ടി, എന്നാ വന്നേ?" "ഇന്നലെ ഉച്ചക്ക് എത്തി രാമൻ മാമ." അവൾ ആ തിരുമേനിയെ നോക്കി പറഞ്ഞു. "ആഹാ, അപ്പ വന്നില്ലേ കുട്ടിയെ?" "ആ വന്നിട്ടുണ്ട്. കമ്മിറ്റിക്കാരോട് കത്തിയടിച്ച് നിൽക്കുവാ." "അല്ല, നമ്മുടെ ആളില്ലേ വീട്ടിൽ?" "ആ വീട്ടിലുണ്ട് കുട്ടി." "ഇപ്പോൾ എന്താ ഐറ്റംന്നോ? എന്താ പറഞ്ഞ് നടപ്പ്? കുട്ടി വന്നത് അറിഞ്ഞിട്ടില്ലേ?"
ആഹാ, എനിക്ക് തോന്നി. എന്തായാലും ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് രാമാമ. ആഹാ, അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് പ്രസാദം കൊടുത്തു. അവൾ അത് വാങ്ങി ചന്ദന നെറ്റിയിൽ ചാർത്തി. അതിലെ പൂക്കളിൽ ഒന്നെടുത്ത് തലയിൽ വെച്ചു. കൃഷ്ണനെ ഒന്നും കൂടി കൈകൂമ്പി തൊയ്ത് അവൾ ക്ഷേത്രപ്പടികൾ ഇറങ്ങി. അപ്പാ വെഗ്ഗിയുടെ അടുത്ത് വന്ന് അയാൾക്ക് ചന്ദനം തൊട്ടു കൊടുത്തു. വൈച്ചുട്ടി, വീട്ടിൽ പൊക്കോ. അപ്പക്ക് ഇവിടെ ഒരു ആളെ കാണണം. ശരി അപ്പാ. നോക്കിപ്പോ, അല്ലെങ്കിൽ വേണ്ട, അപ്പ വരാം. അയ്യോ, എൻ്റെ അപ്പ അമ്മയെപ്പോലെ ആവല്ലേ. എനിക്കറിയാത്ത വഴിയൊന്നുമല്ലല്ലോ. അപ്പാ, ഞാൻ പൊക്കോളാം. അപ്പ പൊക്കോ. അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോയി. അവൾ അറിയുന്നവരോട് സംസാരിച്ച് ചിരിച്ചും വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീടെത്തി. അമ്മ, പാട്ടി. ആ, വന്നോ? ഡ്രസ്സ് മാറൂ. പോയി വാ, ഞാൻ കഴിക്കാൻ എടുക്കാം. അവളെ കണ്ടതും ദേവി പറഞ്ഞു. വേണ്ട അമ്മക്കുട്ടി, ഞാൻ ചെറിയ അമ്മൻ്റെ അടുത്ത് പോവാ. അവിടെ ചൂട് മസാലയും ദോശയും ഉണ്ടാവും. പിന്നെ ആ പൊട്ടനെ ഒന്ന് കാണണം. വേഗം വരണം കേട്ടോ വൈച്ചു. ആഹാ, കേട്ടു മദശ്രീ. അച്ചു, നീ വരുന്നോ? അവൾ അകത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല വൈച്ചു, നീ പോയിട്ട് വായോ. വൈച്ചു അപ്പോൾ എവിടെ പോയി? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. ആഹാ, സൂക്ഷിച്ചു പൊക്കോളൂ. അവൾ പടിയിറങ്ങിയതും വെങ്കി വന്നു. എവിടേക്കാ വൈച്ചു? ചെറിയമ്മൻ്റെ അടുത്തേക്കാ അപ്പാ. ആഹാ, പോയിട്ട് വേഗം വായോ. ലതമ്മായി വരുമെന്ന് പറഞ്ഞിരുന്നു. അവർ വരുമ്പോഴേക്കും വരാൻ നോക്കിക്കോളൂ. അവരിപ്പോൾ എന്തിനാ വരുന്നേ അപ്പാ? അതും പറഞ്ഞുകൊണ്ട് അയാൾ ദേവിനെയും പാടിനെയും നോക്കി. എന്താ കുട്ടി, ഇത് നിന്റെ അമ്മായിയാണ്. എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് പാട്ടി ഒന്നും തറപ്പിച്ച് പറഞ്ഞപ്പോൾ വൈച്ചു മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും അച്ചു അകത്തു നിന്നും വന്നിരുന്നു. മതി അമ്മേ, ഞാൻ പറയാം. വൈച്ചു ആദിലും കിരണും വന്നിട്ട്. അതിന്? വൈച്ചു കാര്യമായിട്ട് പറയുന്നേ. അവർ എന്തായാലും വന്നു. അപ്പോൾ ലത ഒരു ആലോചന പറഞ്ഞ് നിങ്ങളെ കൊണ്ടു കെട്ടിച്ചാലോ എന്ന്. ഞങ്ങളെയോ? അതിന് ഞങ്ങൾ? ആഹാ, അതിന് ഞങ്ങൾ പഠിക്കല്ലേ അപ്പാ. അച്ചു എന്തോ പറയാൻ വന്നതും വൈച്ചു അവളെ തട്ടി വൈച്ചു പറഞ്ഞു. അപ്പാ, ഞങ്ങളിപ്പോൾ പഠിക്കല്ലേ. ആഹാ, അത് ഞാൻ പറഞ്ഞത് വെക്കി. എന്തായാലും കണ്ടിട്ട് പോട്ടെ. പിന്നെ അവർ പഠിപ്പിക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത് മോളെ. ഇഷ്ടായ ഉറപ്പിക്കാലോ. അത് എന്തിനാ അമ്മ? ഞങ്ങളുടെ പഠിച്ച് കഴിഞ്ഞിട്ട് മതി അച്ചു. ഒന്ന് മിണ്ടാതിരിയടി പെണ്ണേ. നല്ല ബന്ധാ. അതും നമ്മുടെ ബന്ധു തന്നെയല്ലേ. നമുക്ക് അറിയാവുന്ന പിള്ളാരാ. പാട്ടി. എന്താ വൈച്ചു ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ. എന്തായാലും അവർ വരട്ടെ, കണ്ടു പോകട്ടെ എന്നാ. അല്ലേ അപ്പൂസേ? അല്ല പിന്നെ. എന്നാ ഞാൻ പോയിട്ട് വരാം. എനിക്ക് വിശക്കുന്നു. അപ്പ അമ്മ പോയിട്ട് വരാം. എവിടെയാ മോനെ? കാണാനില്ലല്ലോ. അവൾ അകത്തേക്ക് കയറി വന്നു. എടി കുരിപ്പേ, എപ്പ വന്നാടി? അവൻ ഇരിക്കുന്ന കസേരയിൽ എണീറ്റ് അവളുടെ അടുത്ത് വന്നു. ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയടാ. എന്നിട്ട് എന്തേ വിളിക്കാഞ്ഞേ? ഓ, നമ്മളെ ഒന്നും വേണ്ടാലേ. വേണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരൂടാ വലമാക്രി. ചെറിയമ്മ എവിടെടാ? അവൻ്റെ തലയ്ക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മ അവിടെ ഉണ്ട്. അമ്മ. എന്തുവാ ചക്ക ഇങ്ങനെ അലറാൻ? ഒരു പണിയെടുക്കാൻ സാധിക്കില്ല ഈ ചെക്കൻ. എന്താടാ? ചെറിയമ്മേ. അവൾ വേഗം പോയി കെട്ടിപ്പിടിച്ചു. ഇത് ആര്? വൈദി കുട്ടിയോ? ഇത് എപ്പോ എത്തി? അച്ചു എവിടെ മോളെ? ഇന്നലെ എത്തി. അവൾ വീട്ടിലുണ്ട് ചെറിയമ്മേ. എന്തേലും കഴിച്ചോ പെണ്ണേ? ഇല്ല, ചെറിയമ്മൻ്റെ മസാലദോശയും കഴിച്ചിട്ട് എത്ര നാളായി. അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും കഴിക്കാതെ ഇറങ്ങിയതാ ഞാൻ. മോളിരിക്ക്. വായോ. ആൾ അടുക്കളയിലേക്ക് പോയി. ഡാ പൊട്ടാ, വന്നിരിക്ക്. നീ കഴിക്ക്, ഞാൻ കഴിച്ചതാ. ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാൻ പോലും പറ്റില്ല അല്ലേ? അല്ലേലും ഞാൻ ആരാ? അവൾ കള്ള വിഷമത്തോടെ പറഞ്ഞു. ഓ, ഇവളെക്കൊണ്ട് ഞാൻ കഴിക്കാം പോരെ. ചൂട് ദോശ മസാലയും അവൾ വായിൽ വെച്ചു. ഹൈവാ, സൂപ്പറല്ലോ ചെറിയമ്മേ. ഉമ്മഹ. എടാ വാൽമാക്രി, നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം. എൻ്റെ ചെറിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ദിവസവും കഴിക്കാലോ. അവിടെ ഹോസ്റ്റൽ ഫുഡ്
അതും ചപ്പാത്തി. നീ സ്വയം വരുത്തി വെച്ചതല്ലേ? വെറുതെ അല്ല. എൻ്റെ കൊച്ച് ഇത്ര ക്ഷീണിച്ച്. സാരില്ല, കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോവാം. അയ്യോ, അത് പറ്റില്ല, ക്ലാസ്സില്ലേ? ചെറിയമ്മേ, നാളെ വൈകിട്ട് പോവും ഞങ്ങൾ. പാവം എൻ്റെ കുട്ടി. അത് കേട്ടതും പാച്ചു ചിരിക്കാൻ തുടങ്ങി. എന്താടാ ചിരിക്കുന്നേ? ഏയ്, ഒരു പാവം. പോടാ വലമാക്രി. എടാ, എന്നാലും എങ്ങനെയാടാ നമ്മൾ നിങ്ങൾക്ക് സെറ്റായേ? നീ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പാച്ചു വൈച്ചു കുളക്കടവിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ഓ പിന്നെ, അപ്പോൾ നീ സെറ്റായതോ? അതും കോളേജിൽ തന്നെ. സ്റ്റാർ രുദ്രനാഥ് കാർത്തികേയൻ, നിന്റെ ഫസ്റ്റ് ലവർ. സത്യം പറഞ്ഞ നിനക്ക് രുദ്രനെ ദൈവം വിധിച്ചതാ. അല്ലെങ്കിലും ആള് ഇങ്ങോട്ട് വരാനും നിന്നെ കാണാനും അടി ഉണ്ടാവാനും ഇച്ഛായനും അച്ഛനും ഇഷ്ടവാനും നീ അങ്ങോട്ട് പോവാനും അവിടെ വെച്ച് വീണ്ടും കാണുവാനും ആരാവാം. ഒരു ഫിലിം സ്റ്റോറി പോലെ ഉണ്ട്. രുദ്രേട്ടൻ്റെ ശരിക്കും മാസാണ്. പൊളി ഫുട്ബോൾ പ്ലെയർ. നിന്റെ ഭാഗ്യമാണ് ആള്. ഓഹോ, മതി മതി. നീ രുദ്രനെ ഇങ്ങനെ പൊക്കിയത്. ആൾക്ക് എന്നെ കിട്ടിയതാ ശരിക്കും ഭാഗ്യം. പിന്നെ ഒന്ന് പോയടി. നീ പോടാ. ഓ, അത് വിട്. നീ കാര്യം പറ മോനെ. എങ്ങനെ സെറ്റായെന്ന്? അത് അന്ന് നീ എന്നോട് പറഞ്ഞില്ലേ, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ ഇരിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ വെക്കേഷൻ പൂജ വന്ന് അപ്പോൾ മുതൽ ഈ പെണ്ണ് എൻ്റെ പിറകേന്ന് മാറിയിട്ടില്ല. അങ്ങ് എന്നോട് അവൾ നമ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തു. അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേട്ടന് വൈച്ചുവിനെ ചേച്ചിയെയും ഇഷ്ടമായിരുന്നില്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല, അവൾ എൻ്റെ ബെസ്റ്റാണ്. അതുകൊണ്ട് ഒരു ക്രഷ് തോന്നിയിരുന്നു. അവളോട് പറഞ്ഞപ്പോൾ തന്നെ അവൾ അത് തിരുത്തിയെന്നും അങ്ങനെ നീ പറഞ്ഞത് എല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് ആദ്യം ദേഷ്യം തോന്നി. പിന്നെ അവൾ കരഞ്ഞ് അത് പാവം. പിന്നെ അവൾ ശരിക്കും പാവമാണെന്ന് മനസ്സിലായി. കിരണിൻ്റെ പോലെ അല്ലെന്നും. അപ്പോൾ പിന്നെയും ഞാൻ യെസ് പറഞ്ഞു. അന്ന് അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അവളുടെ ആ ചിരി, എൻ്റെ മോളെ, അതിൽ ഞാൻ വീണുപോയി. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നീയും പറഞ്ഞു പാവാണെന്ന്. അപ്പോൾ പിന്നെ എല്ലാം സെറ്റായി. അവൾ ശരിക്കും ഒരു പൊട്ടിപ്പെണ്ണാണ്, അച്ചുവിനെ പോലെ. പിന്നെ നീ എന്തായാലും സൂക്ഷിച്ചോ. ആളുടെ ഏട്ടൻസിനെ അറിയാലോ. നിനക്ക് എൻ്റെ അമ്മായിൻ്റെ മക്കൾസ് ആയോണ്ട് പറയല്ല, പരമ ചെറ്റകളാണ്. ഇവരെ കൊണ്ട് ഞങ്ങളെ കെട്ടിക്കാൻ അമ്മായി ആലോചിക്കുന്നുണ്ട്. ഇവരെ കൊണ്ടോ? അത് നന്നായി. കഞ്ചാവ് ഡിസാണ്. അവർ ആലോചിക്കട്ടെ. ബട്ട് നമ്മുടെ ഹീറോ ഉള്ളപ്പോൾ അവൻ്റെ അപ്പൻ വന്നാലും നിന്നെ ഒന്നും കെട്ടിക്കൊണ്ടു പോകില്ല. കാർത്തി. എന്താ സുജക്കുട്ടി? എന്തോ പറയാനുണ്ടല്ലോ. എന്താണ് അത് മോനെ? പറയമ്മേ. അത് നിന്റെ കല്യാണക്കാര്യം. ഇത് എന്താ പെട്ടെന്ന്? ഇത്ര നാളും പറയാതെ കാര്യമാണല്ലോ പറയുന്നേ. എൻ്റെ കല്യാണത്തിന് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. അമ്മക്ക് പറ്റിയ ഒരു മരുമോളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല കുറുമ്പിപ്പെണ്ണിനെ ആണ്. അത് ആരാടാ? അതൊക്കെ ഉണ്ട്, സമയമാവുമ്പോൾ ഞാൻ പറയാം. എന്തോ ആലോചിച്ചു കൊണ്ട് ആ അമ്മയുടെ മനസ്സ് സന്തോഷിച്ചു.